മനുഷ്യന്റെ ഓർമ്മശക്തി അവർ ഡിജിറ്റൽ ഡാറ്റയിൽ അവർ പറയുന്നത് 2.5 മില്യൺ GB-യാണ്. അതായത് 25 ലക്ഷം GB-യാണ് മനുഷ്യന്റെ മെമ്മറി കപ്പാസിറ്റി. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ ഒരു സെക്കൻഡിൽ 38,000 ട്രില്യൺ ഓപ്പറേഷൻ അതിന് നടത്താൻ സാധിക്കുന്നതാണ്. 38,000 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടിയാണ്. അത്തരത്തിൽ 38,000 ട്രില്യൺ ഓപ്പറേഷൻ ആ കമ്പ്യൂട്ടർ നടത്താൻ സാധിക്കും. ഇപ്പൊ ഇന്ന് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് പോലും അതിന്റെ 0.02% മാത്രമേ നിർവഹിക്കാൻ സാധിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത്രയും സങ്കീർണമായിട്ടുള്ള തലച്ചോറ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകുകയാണ്. എന്തിനാണ് നൽകിയതെന്ന് വെച്ചാൽ ഈ സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളെ പഠിക്കാനും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനും അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് അവന്റെ ഗ്രന്ഥത്തെ അറിഞ്ഞ് അവനിലേക്ക് അല്ലെങ്കിൽ അവന് ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഉപകരണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ തലച്ചോറ് മാത്രമല്ല മറ്റുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ലോകത്തുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ, അതായത് ഇന്നുള്ള ഫേസ്ബുക്കും യൂട്യൂബും അതായത് കോടിക്കണക്കിന് കമ്പനികളിലുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ ഒരു തുള്ളി DNA-യിൽ കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതിലുള്ള അത്ഭുതം എത്രയാണ്. ഇന്നേ വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയും കൈവരിച്ചിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷനും 4 ഗ്രാം DNA-യിൽ അകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അത്രയും വലിയ സങ്കീർണതകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ്.